ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫ് ആൻഡ് സെക്യൂറായി വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ? ശരി, വിശ്രമവേള നമുക്ക് കുറച്ച് സ്വാദിഷ്ടമാക്കാം. ഇത് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ എല്ലാവർക്കും ഗുലാബ് ജാമുൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആട്ട കൊണ്ട്, ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഞാൻ ഇടുന്നത് കുറച്ച് പാൽപ്പൊടിയാണ്. അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാൽപ്പൊടി ഒന്നും കിട്ടാത്ത സമയമാണ്, പക്ഷെ എന്താ ചെയ്യുക, എല്ലാം ടേസ്റ്റിൽ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു 5 സ്പൂൺ പാൽപ്പൊടി ഇട്ടുണ്ട് അതിൽ. പിന്നെ വേണ്ടത് പാലാണ്. പാലെന്ന് പറയുന്നതിന് അളവ് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ എത്ര പാല് വേണോ അത്രയും പാല് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നമ്മളിത് ഈ പാലിൽ പഞ്ചസാര ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. പഞ്ചസാര ചേർക്കരുത് ഇതിൽ, കാരണം പഞ്ചസാര ചേർത്താൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഉപ്പും പഞ്ചസാര ഒന്നും ചേർക്കാതെ നമ്മൾ ഗോതമ്പ് പൊടിയും ഈ പറഞ്ഞ പാൽപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൽ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ മദർ ഇൻ ലോൻ്റെ ടിപ്പാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ സാധാരണ ആട്ട, അതായത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര പ്രഷർ കൊടുത്ത് കുഴക്കരുത്. ഓക്കെ, നമ്മൾ പുട്ടുപൊടിക്ക് പതുക്കെ മിക്സ് ചെയ്യില്ലേ, നമ്മൾ നനച്ചു കൊടുക്കില്ലേ, അതുപോലെ വേണം ഈ ആട്ട കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ എന്തായാലും കുറച്ച് പ്രഷർ കൊടുത്തു പോയി തോന്നുന്നു, നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് വളരെ സോഫ്റ്റായിട്ട് പതുക്കെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നെയ്യാണ് ഇവിടെ പുരട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടിയാലും മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ച് ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഓക്കെ, ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുലാബ് ജാമുൻ എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ അളവിൽ വേണം നമ്മൾ പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളവും പഞ്ചസാര, ഞാനിവിടെ ഇപ്പോൾ വെള്ളം ഞാൻ എടുത്തത് ഒരു 2 കപ്പ് വെള്ളം, ഇപ്പോൾ ഒരു 200 to 300 ml വെള്ളം, അതിന് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു കണക്ക്, ഏകദേശ കണക്കനുസരിച്ച് എടുത്തോളൂ. ഒരുപാട് ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലോണം പഞ്ചസാര ചേർത്തോളൂ. അതല്ല ഒരു മീഡിയം മധുരമൊക്കെ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മതി കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര പാനി പഞ്ചസാര നന്നായിട്ട് തിളച്ച് ഒരു പാനി പരുവം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എങ്ങനെയാണ് അത് നമ്മൾ നോക്കുക എന്നുള്ളത്. നമ്മൾ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു നൂല് പോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ആ പാനി ആയി, കറക്റ്റായി എന്നുള്ള പരുവം അതാണ്. ഓക്കെ, അപ്പോൾ അതുവരെ ഇതിങ്ങനെ തിളച്ചോട്ടെ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കുക. പിന്നെ ഈ ഡോ എടുത്തിട്ട് നമുക്ക് ഇനി ഉരുളകളാക്കാം ഗുലാബ് ജാമുൻ വറുത്തെടുക്കാനായിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുളകൾ നമ്മൾ ഉരുട്ടുമ്പോൾ എന്താ വെച്ചാൽ ഒരേ വലിപ്പത്തിൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്, ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഒരു അളവ് വെച്ചിട്ട് നമ്മളത് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ ഒരു ഉരുള ചെറുതും ഒരു ഉരുള വലുതൊക്കെ ആകുമ്പോൾ സാരമില്ല, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എണ്ണ നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാനി ഇപ്പുറത്ത് ചൂടാക്കാൻ വെച്ചോളൂ കേട്ടോ. എണ്ണയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഗുലാബ് ജാമുനും അത് ഇടുന്ന പാനി ചൂടായിട്ട് തന്നെ ഇരിക്കണം. തണുത്ത പാനിയിലേക്ക് ഗുലാബ് ജാമുൻ ചൂടോടുകൂടിയുള്ള ഗുലാബ് ജാമുൻ ഇടരുത്, അത് ക്രാക്കായി പോവും, പിന്നെ പാനി ഉള്ളിലേക്ക് പോവുകയില്ല. ഓക്കെ, അതൊരു ടിപ്പാണ്. ഇപ്പുറത്ത് സ്റ്റൗവിൽ തന്നെ നമ്മൾ പാനി ചൂടാക്കി വെക്കുക, അതാണ് അതിൻ്റെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇത് വറുത്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗണിനേക്കാളും കുറച്ചും കൂടി ഒരുപാട് ഡാർക്ക് ആവണ്ട, എന്നാലും ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളറിലായി കഴിയുമ്പോൾ പാനിയിലേക്ക് ഇടുക. നേരെ പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പാനി ചൂടായിട്ട് തന്നെ ഇരുന്നോളും. ഇത് ഞാൻ ഉണ്ടാക്കിയ പാനി കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നുണ്ട്, കാരണം അത് മുങ്ങുന്നില്ല ഗുലാബ് ജാമുൻ. അപ്പം മുങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾ പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇനി ബാക്കിയുള്ള ഗുലാബ് ജാമുനും നമുക്ക് വറുത്തെടുക്കാം.
ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് കളറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് പാനിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു നല്ല പാത്രത്തിലേക്ക് എടുത്തിട്ട് പാനി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനി ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു, അത് മുങ്ങണില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുകളിൽ ഹാർഡായിട്ട് തോന്നും. കാരണം നമ്മൾ ആട്ട വെച്ചിട്ടാണ്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് മൈദയും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മുകളിൽ. അപ്പോൾ കുറച്ച് നേരം വെക്കുക, എന്നിട്ട് കഴിക്കാം. പ്രിഫറബിളി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പാനി ഉള്ളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഒരു ഫോർക്ക് വെച്ചിട്ടെങ്ങാനും ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പാനി ഉള്ളിലേക്ക് വരും. പൊട്ടാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലിടുന്നത് ബദാമിൻ്റെ പൗഡറാണ്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുറിച്ച് എങ്ങനെയാ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാം. കാഷ്യൂ നട്ടൊക്കെ വെച്ചിട്ടോ ഇങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയാണ്. നല്ല ടേസ്റ്റി. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. So stay home and be safe. Bye bye.